So yes, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേവ്സ് ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യെസ്, അതായത് ഈ ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോയാൽ മതി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സോ വേവ്സ് ചാപ്റ്ററിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഓഫ് വേവ്സ് ആണ്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്, അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. സോ വാട്ട് ആർ ട്രാൻസ്വേഴ്സ് വേവ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ഡിസ്റ്റർബൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് നമ്മളുടെ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് നമ്മളുടെ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ലൈറ്റ് വേവ്സ്. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്സ്. ഓക്കെ, ഇനി ഈ ഒരു വേവുകൾ, അതായത് ഈ പറഞ്ഞ ട്രാൻസ്വേഴ്സ് വേവ് ആവട്ടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആവട്ടെ, ഇവർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രാവലിംഗ് വേവ്, ഒന്ന് സ്റ്റാൻഡിങ് വേവ്സ്. അപ്പോൾ ഈ ട്രാവലിംഗ് വേവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. ഓക്കെ, അതായത് ഒരു ട്രാവലിംഗ് വേവിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു ട്രാവലിംഗ് വേവിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്നുള്ള ഫോമിലാണ്. അല്ലെങ്കിൽ അത് എ കോസ് ആവാം, വാട്ട് എവർ. ഓക്കെ, എ സൈനോ കോസോ ആവാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എ എന്ന് പറയുന്നത് ആരാ? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡാണ്. കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അഥവാ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/λ ആണ്. അതേപോലെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/t ആണ്, അല്ലെങ്കിൽ 2π ആണ്. ആൻഡ് ഈ 5 എന്ന് പറയുന്ന ആരാ? ഇനീഷ്യൽ ഫേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് നിങ്ങൾക്കൊരു ഇക്വേഷൻ തരും, വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിങ് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ y is equal to 0.005 sin 80x minus 3t എന്നുള്ള രീതിയിലായിരിക്കും. ഇൻ വിച്ച് ന്യൂമറിക്കൽ കോൺസ്റ്റൻസ് എല്ലാവരും SI യൂണിറ്റിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് വേണം, വേവ് ലെങ്ത് വേണം, പീരീഡ് ആൻഡ് ഫ്രീക്വൻസി വേണം, അതേപോലെ സ്പീഡും വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒരു ജനറൽ ഇക്വേഷനായിട്ട് നമ്മളിത് അങ്ങോട്ട് കമ്പയർ ചെയ്യും. എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, ഈ ഒരു ജനറൽ ഇക്വേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആംപ്ലിറ്റ്യൂഡ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ആംപ്ലിറ്റ്യൂഡ്? ഇവിടെ 0.005 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഇട്ട് കൊടുക്കണം. യൂണിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും SI യൂണിറ്റിലാണ്, അപ്പോൾ പ്രശ്നമില്ല, 0.005 മീറ്റർ. ഇനി ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സെൻറ്റിമീറ്ററിലാണ്, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്തിലായിരിക്കും? സെൻറ്റിമീറ്ററിലായിരിക്കും. അടുത്തത് വേവ് ലെങ്ത്താണ് ചോദിച്ചത്. വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ആരെ പിടിക്കണം? നമ്മൾ കെനെ പിടിക്കണം അല്ലേ? കാരണം K is equal to എന്താണ്? 2π/λ ആണ്. അപ്പോൾ ലാംഡ കാണാൻ എന്ത് ചെയ്താൽ മതി? 2π/K ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ കെയുടെ വാല്യൂ എത്രയാ? 80. അടുത്തത് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി കാണണം. പീരീഡും ഫ്രീക്വൻസി കാണാൻ നമ്മൾ ആരെ പിടിക്കും? ഒമേഗനെ പിടിക്കും. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ω/2π ആയിരിക്കും. ഒമേഗയുടെ വാല്യൂ എത്രയാടാ? ക്വസ്റ്റ്യനിൽ 3 ആണ്. സോ 3/2π ആണ് ഫ്രീക്വൻസി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടൈം പീരീഡ് കാണണമെങ്കിലോ 1 ഫ്രീക്വൻസി ചെയ്താൽ മതി, ദാറ്റ് ഈസ് 2π/3. ഓക്കെ, അടുത്തത് സ്പീഡ് ഓഫ് ദ വേവ് ആണ് ചോദിച്ചത്. സ്പീഡ് ഓഫ് ദ വേവ് കാണാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു ലാംഡ, അതായത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ചെയ്യാം. അതിലും ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ω/K ആണ് കേട്ടോ. ഓക്കെ, ω/K ചെയ്താൽ മതി. കാരണം ഒമേഗയും കെയും റെഡിലി അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കണ്ടതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഉണ്ടായത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവില്ല, അത് കാണാൻ വേണ്ടി ചോദിക്കൂല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിൻ്റെ ആവശ്യമില്ല, ഇത് പോയിട്ട് കാണേണ്ട ആവശ്യമില്ല, നേരെ ω/K ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് പല കോൺസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റീൽ വയർ 70 cm ലോങ് ഹാസ് എ മാസ് ഓഫ് 7 grams. ഇഫ് ദ വയർ ഇസ് അണ്ടർ എ ടെൻഷൻ ഓഫ് 100 Newton, വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ ദ വയർ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്പീഡ് കാണുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റീൽ വയറാണ്, 70 cm ലോങ് ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡ് ഇൻ ദ വയർ ആണ് ചോദിച്ചത്. സ്പീഡ് ഇൻ ദ വയർ കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു √T/μ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ്, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ? V കാണാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ടെൻഷൻ വേണം. സോ ടെൻഷന് വേണം, അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം? മ്യൂ അഥവാ ലീനിയർ മാസ് ഡെൻസിറ്റി വേണം. സോ ടെൻഷനോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഉണ്ട്, 100 ആണ്. T is equal to 100 ആണ്. പക്ഷെ മ്യൂ തന്നിട്ടില്ല, പകരം എന്താ തന്നത്? മാസും ഉണ്ട്, ലെങ്ത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് മ്യൂ കാണാൻ പറ്റും. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്/ലെങ്ത് ആണ്. മാസ് എത്രയാ? 7 grams. അപ്പോൾ 7 × 10⁻³ ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാടാ? 70 cm. അപ്പോൾ 70 × 10⁻². ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 പോകും, നിങ്ങൾക്ക് 10⁻² എന്ന് കിട്ടും കേട്ടോ. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √100 ഡിവൈഡഡ് ബൈ 10⁻² എന്ന് വരും.
100/10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 100 ആണ്. അപ്പോൾ റൂട്ട് എത്ര ആയിരിക്കണം? 100 എന്നായിരിക്കും. സോ വെലോസിറ്റി എത്ര കിട്ടി? 100 m/s എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് what are the corrections made by Laplace in Newton's formula? ന്യൂട്ടന്റെ ഫോർമുല എന്തായിരുന്നു? എയറിന്റെ സൗണ്ട് വേവ്സിന്റെ എയറിലൂടെയുള്ള പ്രൊപ്പഗേഷൻ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ഫ്ലൂയിഡിലൂടെയുള്ള പ്രൊപ്പഗേഷൻ വെച്ചിട്ടായിരുന്നു ന്യൂട്ടന്റെ ഫോർമുല ഉണ്ടായിരുന്നത്. അതായത് √p/ρ ആയിരുന്നു എന്ത്? ന്യൂട്ടന്റെ ഫോർമുല. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ കറക്ഷൻസ് മെയ്ഡ് ബൈ ലാപ്ലേസ് എന്നാണ് ചോദിച്ചത്. കറക്ഷൻ എന്തായിരുന്നു? വെലോസിറ്റി ഈക്വൽ ടു √p/ρ എന്നുള്ള ഇക്വേഷൻ ആൾ എന്തായിട്ട് മാറ്റി? √γ_p/ρ എന്നാക്കി മാറ്റി. ഓക്കെ, ന്യൂട്ടൺ പറഞ്ഞത് പ്രോസസ്സ് ഐസോതേർമൽ ആണെന്നായിരുന്നു. അത് മാറ്റിയിട്ട് ആളെന്താക്കിയിട്ട് മാറ്റി? അഡബാറ്റിക് ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് ചേഞ്ചസ് ആണ് ലാപ്ലേസ് എന്ത് ചെയ്തത്? ന്യൂട്ടന്റെ ഫോർമുലയിൽ കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ യൂസിങ് ലാപ്ലേസ് ഇക്വേഷൻ ഫൈൻഡ് ദ കറക്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ലാപ്ലേസ് ഇക്വേഷൻ എന്താ? √γ × p/ρ ആണ്. ഓക്കെ, അപ്പോൾ ഗാമയുടെ വാല്യൂ അറിയണം 1.44 ആണ്. പ്രഷറിന്റെ വാല്യൂ അറിയണം 10⁵ പാസ്കൽ ആണ്. ഇനി ഡെൻസിറ്റിയുടെ വാല്യൂ അറിയണം 1.293 ആണ്. ഇതൊക്കെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നറിയോ? 328 m/s എന്ന് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. വാല്യൂസ് അറിയില്ലെങ്കിൽ വിടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ സ്റ്റാൻഡിംഗ് വേവ്സ് ഓർ ഹൗ സ്റ്റാൻഡിംഗ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്? എന്താണ് സ്റ്റാൻഡിംഗ് വേവ്സ്? അതായത് 2 waves ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഇന്റർഫിയർ ഈച്ച് അതർ എന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സ്റ്റാൻഡിംഗ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡിംഗ് വേവ്സിൽ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നോഡുകളും അതേപോലെ ആന്റി നോഡുകളും. സോ വാട്ട് ആർ നോട്ട്സ് ആൻഡ് ആന്റി നോട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് ഇൻ സ്റ്റാൻഡിംഗ് വേവ്സ് വെർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ആന്റി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് വെർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് മാക്സിമം. ഓക്കെ, റെഡി. ഇനി സ്റ്റാൻഡിംഗ് വേവ്സ് വെച്ചിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഡെറിവേഷൻ, അല്ലേ? അതായത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും അതേപോലെ തന്നെ ഓപ്പൺ ഓർഗൻ പൈപ്പിലും ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഓരോ മോഡലെയും ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളോട് ഫിഗർ വരച്ചിട്ട് അങ്ങനെ തന്നെ ഡിറൈവ് ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ മോഡലും ചോദിക്കാം. ആദ്യം നിങ്ങളോട് ഫിഗർ വരയ്ക്കാൻ പറയും, എന്നിട്ട് നിങ്ങളോട് ഇത് പ്രൂവ് ചെയ്യാൻ പറയും. രണ്ടും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ 3 മോഡലാണ് നമ്മളത് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യനിൽ നോക്കുക, എത്ര മോഡാണോ പറഞ്ഞത് അത്രയും മോഡ് എഴുതാം. മാക്സിമം 3 മോഡേ ചോദിക്കുള്ളൂ. ചില ക്വസ്റ്റ്യനിലൊക്കെ അധികവും 2 മോഡൊക്കെയാണ് ചോദിക്കാറ്. സോ ഇത് ഒന്നാമത്തെ മോഡാണ്. ഒന്നാമത്തെ മോഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മളുടെ ഫിഗർ. സോ നോഡുകളും ആന്റി നോഡുകളും മാർക്ക് ചെയ്യുക. ഫിക്സഡ് എൻഡിൽ എപ്പോഴും നോഡുകളാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നോഡുകളും ആന്റി നോഡും മാർക്ക് ചെയ്യുക. ഇതെന്തെടുക്കുക? L ആയിട്ട് എടുക്കുക, അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡും തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് λ/2 ആണ്. ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് λ/4 ആണ്. ഓക്കെ, നോഡും തമ്മിൽ λ/2 ആണ്. നോഡും ആന്റി നോഡും തമ്മിൽ λ/4 ആണ്. അപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട്. സോ ഇത് രണ്ടും തമ്മിലുള്ള ലെങ്ത് എത്ര ആയിരിക്കും? λ/2 ആയിരിക്കും. സോ L is equal to നമുക്ക് λ/2 എഴുതാം. അപ്പോൾ λ = 12 എന്ന് കിട്ടും. ഒന്നാമത്തെ മോഡിന്റെ ഫ്രീക്വൻസി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം v = ന്യൂ ലാംഡ ആണ്, അല്ലേ? അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? v/λ ആണ്. സോ ഇത് ഒന്നാമത്തെ മോഡല്ല. അപ്പം μ1 is equal to v / λ പകരം എന്ത് കൊടുക്കുക? 2L കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, ആദ്യത്തെ ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇത് ഒന്നാമത്തെ മോഡ്. ഇനി രണ്ടാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫിഗർ. ഇവിടെ നമ്മൾ ടോട്ടൽ ലെങ്ത് എന്തെടുക്കുന്നു? L എന്നെടുക്കുന്നു. ശ്രദ്ധിച്ചേടാ, ഇത് 1 λ/2, ഇത് 2 λ/2. അപ്പോൾ L is equal to നിങ്ങൾക്ക് എന്ത് എഴുതാം? 2 λ/2 എന്ന് എഴുതാം. 2 ക്യാൻസൽസ്. അപ്പോൾ L = λ എന്ന് കിട്ടും. രണ്ടാമത്തെ ഫ്രീക്വൻസി ആയതുകൊണ്ട് μ2 is equal to v/λ ആണ്. ലാംഡക്ക് പകരം ആരെ കൊടുക്കുന്നു? L കൊടുക്കുന്നു. ഓക്കെ, ആദ്യത്തെ മോഡിനെ × 2 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? v/L എന്ന് കിട്ടും. അതാണ് ഈ കാണുന്ന സാധനം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? 2ν1 എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർ ടോൺ എന്ന് വിളിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ഓവർ ടോൺ എന്ന് വിളിക്കും, സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും. ഇനി മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ മോഡ് കേട്ടോ. ഇവിടെ നമ്മൾ ടോട്ടൽ ലെങ്ത് എന്തെടുക്കുന്നു? L എന്നെടുക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞേ L is equal to എത്ര λ/2 ഉണ്ടാവും? 1, 2, 3 അല്ലേ? സോ L is equal to 3 λ/2 ആണ്. λ = എന്തായിരിക്കും? 2 മേലോട്ട് 3 താഴോട്ട്. അപ്പോൾ 2L/3. മൂന്നാമത്തെ മോഡ് ആയതുകൊണ്ട് μ3 is equal to v / λ ആണ്. ലാംഡക്ക് പകരം നമുക്ക് 2L/3 കൊടുക്കാം. അപ്പോൾ ഈ /3 ഇവിടെ എത്തി, മുകളിലെത്തി.
എടാ ഒന്നാമത്തെ മോഡിൻ്റെ ഇത് V/12 ആയതുകൊണ്ട് ഇത് 3V/12 ആണ്. നമുക്ക് എന്ത് വിളിക്കാം? 3nu1 എന്ന് പറയാം. സോ അതിൻ്റെ പേരെന്താണ്? തേർഡ് ഹാർമോണിക്സ് ആണ് കേട്ടോ. തേർഡ് ഹാർമോണിക്സ്. നമ്മൾ ഈ ഹാർമോണിക്സ് പേര് കൊടുക്കുന്നത് ഇത് വെച്ചിട്ടല്ല, ഇത് വെച്ചിട്ടാണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് ഓവർടോൺ. സെക്കൻഡ് ഓവർടോൺ. ഓക്കെ, ഇതാണ് 3 മോഡിൻ്റെ ഡെറിവേഷൻസ്. ഇനി ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇവിടുന്ന് ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ എടുക്കാം. nu1 nu2 nu3 എന്ന് എഴുതാം. എന്നിട്ട് nu1 2 nu1 3 nu1 റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? nu1 ക്യാൻസൽ ചെയ്യുന്നു. 1:2:3 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, ഇപ്പം ചോദിച്ച ചോദ്യമാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. ആദ്യം നിങ്ങളോട് ഫിഗർ വരയ്ക്കാൻ പറയും. അപ്പം നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് പിന്നെ എന്താ ചോദ്യം? പ്രൂവ് ദാറ്റ് ദ ഫ്രീക്വൻസീസ് എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്ട്രക്ചർ സ്ട്രിംഗിൽ നിങ്ങൾ നോക്കിയേ, ഇത് V/12 ആണ്, രണ്ടാമത്തേത് 2V/12 ആണ്, മൂന്നാമത്തേത് 3V/12 ആണ്, നാലാമത്തേത് 4V/12 ആയിരിക്കും, അഞ്ചാമത്തേത് 5V/12 ആയിരിക്കും. അപ്പോൾ എന്നാമത്തേത് എന്തായിരിക്കും? ജനറൽ ഇക്വേഷൻ നമുക്ക് n×V/12 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം n-ന് 1 കൊടുക്കുക, അപ്പോൾ ഒന്നാമത്തെ ഫ്രീക്വൻസി കിട്ടും. n-ന് 2 കൊടുക്കുക, രണ്ടാമത്തെ ഫ്രീക്വൻസി കിട്ടും. n-ന് 3 കൊടുക്കുക, മൂന്നാമത്തെ ഫ്രീക്വൻസി കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് nu1 2nu1 2nu3 ഒക്കെ കിട്ടും. സോറി, 3nu1 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:2:3 എന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പൺ പൈപ്പാണ്. ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രക്ചർ സ്ട്രിങ്ങിലെ സെയിം ഇക്വേഷൻസ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല, ഫിഗർ മാത്രമേ മാറ്റുള്ളൂ. ഇതാണ് ഒന്നാമത്തെ മോഡിൻ്റെ ഫിഗർ, ഇത് രണ്ടാമത്തെ മോഡിൻ്റെ ഫിഗർ, ഇത് മൂന്നാമത്തെ മോഡിൻ്റെ ഫിഗർ. ഈ 3 ഫിഗേഴ്സും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ബാക്കി സ്ട്രക്ചർ സ്ട്രിങ്ങിൻ്റെ സെയിം ഇക്വേഷൻസ് ആണ് കേട്ടോ, സെയിം, ഒരു വ്യത്യാസവും ഇല്ല. ജനറൽ ഇക്വേഷനും എല്ലാം സ്ട്രക്ചർ സ്ട്രിങ്ങിൻ്റെ സെയിം ഇക്വേഷൻസ് ആണ്, നോ ഡിഫറൻസസ്. ഓക്കെ, അടുത്തത് ഇനി ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലേക്ക് വരുന്ന സമയത്ത്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഇത്രയും കണ്ട സ്ട്രക്ചർ സ്ട്രിങ് ആവട്ടെ, ഓപ്പൺ ഓർഗൻ പൈപ്പ് ആവട്ടെ, ഇതിലൊക്കെ എന്തുണ്ട്? എല്ലാ ഹാർമോണിക്സും ഉണ്ട്. അതായത് ഒന്നാമത്തെ ഹാർമോണിക്സ്, ഫസ്റ്റ് ഹാർമോണിക്സ്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർമോണിക്സ് ഉണ്ടാവും, തേർഡ് ഹാർമോണിക്സ് ഉണ്ടാവും, ഫോർത്ത് ഉണ്ടാവും, ഫിഫ്ത്ത് ഉണ്ടാവും, സിക്സ്ത് ഉണ്ടാവും. ഇനി ക്ലോസ്ഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ മോഡ് കേട്ടോ. ഫിക്സ്ഡ് എൻഡിൽ നോഡ് കൊടുക്കുക, ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡ് കൊടുക്കുക. ടോട്ടൽ ലെങ്ത്ത് നമ്മൾ L എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ L ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? L ഇസ് ഈക്വൽ ടു നോഡും ആൻറ്റി നോഡും ആണ്. തമ്മിൽ എത്ര ലെങ്ത്ത് ഞാൻ പറഞ്ഞ്? λ/4 ആണ്. സോ L ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് എഴുതാം? λ/4 എന്ന് എഴുതാം. അപ്പോൾ λ ഇസ് ഈക്വൽ ടു 4L ആണ്. റെഡി? ഒന്നാമത്തെ ഫ്രീക്വൻസി ആണ് nu1 ഇസ് ഈക്വൽ ടു V/λ ആണ്. ലാംഡക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? 4L കൊടുക്കാം. സോ V/4L. ഇതാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ദ കേസ് ഓഫ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് രണ്ടാമത്തെ മോഡ്. ടോട്ടൽ ലെങ്ത് ഞാൻ എന്തെടുക്കുന്നു? L എന്ന് എടുക്കുന്നു. സോ L ഇസ് ഈക്വൽ ടു എഴുതാം. ഓക്കെ, നോഡ് ടു ആൻറ്റി നോഡ്, 1 λ/4, 2 λ/4, 3 λ/4. സോ L ഇസ് ഈക്വൽ ടു ഞാൻ 3 λ/4 എന്ന് എഴുതുന്നു. λ ഇസ് ഈക്വൽ ടു 4 മേലോട്ട് 3 താഴോട്ട്, അപ്പോൾ 4L/3 ആയിട്ട് മാറി. nu2 ആണ് അല്ലേ? അപ്പോൾ V ഡിവൈഡഡ് ബൈ λ ആണ്. λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4L/3 എവിടെ എത്തി? മുകളിലെത്തി. എടാ ഫസ്റ്റ് ഫ്രീക്വൻസി V/4L ആണ്, രണ്ടാമത്തെ എന്താ കിട്ടിയത്? 3V/4L ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്താ വിളിക്കുക? തേർഡ് ഹാർമോണിക്സ് എന്നാണ് വിളിക്കുക. അത് സെക്കൻഡ് ഹാർമോണിക്സ് അല്ല കേട്ടോ. തേർഡ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത മോഡ് എന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ മോഡ്. മൂന്നാമത്തെ മോഡ് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുന്നു? ലെങ്ത് എടുക്കുന്നു. സോ ലെങ്ത് എടുത്തു. L ഇസ് ഈക്വൽ ടു ഓക്കേടാ 1 2 3 4 5. L ഇസ് ഈക്വൽ ടു നമുക്ക് L ഇസ് ഈക്വൽ ടു നമുക്ക് 5 λ/4 എന്ന് എഴുതി കൂടെ? അതായത് നോഡ് ടു ആൻറ്റി നോഡ് ഡിസ്റ്റൻസ് λ/4 ആണ്. ഇതൊന്ന്, ഇത് 2 3 4 5. സോ λ ഇസ് ഈക്വൽ ടു 4 മേലോട്ട് 5 താഴോട്ട്, അപ്പോൾ 4L/5 എന്ന് വരും. മൂന്നാമത്തെ മോഡ് ആയതുകൊണ്ട് nu3 ഇസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ λ ആണ്. ലാംഡക്ക് പകരം 4L/5 മുകളിലെത്തി. സോ 5V/4L. ഓക്കെ, ഇതിനെന്ത് വിളിക്കാം? ഫിഫ്ത്ത് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. ഇതെന്താണ്? ഫിഫ്ത്ത് ഹാർമോണിക്സ് ആണ് കേട്ടോ. 5nu1 ആയതുകൊണ്ട് ഫിഫ്ത്ത് ഹാർമോണിക്സ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ ആരില്ല? ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്ലൂട്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ പൈപ്പ് തന്നെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. സോ ഈവൻ ഹാർമോണിക്സ് ആർ മിസ്സിംഗ്. റെഡി? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ എന്തായിരിക്കും? ജനറൽ ഇക്വേഷൻ എന്തായിരിക്കും? nu(n) ഇസ് ഈക്വൽ ടു 2n - 1 × V/4L ആണ് കേട്ടോ. വേറെ n ഈക്വൽ ടു 1 2 3 etc.
അപ്പോൾ ഫിഗർ വരച്ചിട്ട് പിന്നെ പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജനറൽ ഇക്വേഷൻ എടുക്കുക, n-ന് 1 കൊടുക്കുക, n-ന് 2 കൊടുക്കുക, n-ന് 3 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 മോഡിൻ്റെത് കിട്ടും. കിട്ടിയതിന് ശേഷം μ1 ഈസ് ടു μ2 ഈസ് ടു μ3 ചെയ്യാം. ഇപ്പം μ1 ഈസ് ടു μ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 μ1 ആണ്, μ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 μ1 ആണ്. സോ ഇതുവരെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് 1 ഈസ് ടു 3 ഈസ് ടു 5 എന്നെന്ത് കിട്ടും, റേഷ്യോ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് അത് ഇത് വെച്ചിട്ടൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കുറച്ചൊരു ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ലെറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് 45 ഹെർട്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ വയർ ഇസ് 87.5 സെൻറ്റിമീറ്റർ. ഇഫ് ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ വയർ ഇസ് 4 × 102 അല്ല 10⁻². ഇത് എന്നോട് എല്ലാ സ്ലൈഡിലും മാറ്റാൻ പറഞ്ഞു. 4 × 10⁻² kg/m. ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്നതൊക്കെ എഴുതി വെക്കുക. ഇതൊരു സ്ട്രിങ് ആണല്ലോ, അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉണ്ട്. സ്ട്രിങ്ങിൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/12 ആണ്, അത് 45 ഹെർട്സ് ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇനി ലെങ്ത് തന്നിട്ടുണ്ട് 87.5 സെൻറ്റിമീറ്റർ ആണ്, × 10⁻² മീറ്റർ. ലീനിയർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മ്യൂ ഉണ്ട് എത്രയാ, 4 × 10⁻². ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കാണണം. എന്താ ചെയ്യുക? ഇത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്, 2 കൺസെപ്റ്റ് കമ്പൈൻ ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് V/12 = 45ലേക്ക് ഈ ലെങ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 45 × 12. 12 എന്ന് പറയുമ്പോൾ 2 × 87.5 × 10⁻². വെലോസിറ്റി കിട്ടും. നിങ്ങൾ വേറൊരു ഇക്വേഷനോട് പഠിച്ചിട്ടുണ്ട്, സ്ട്രിങ്ങിലുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു √T/μ ആണ്. ഇവിടെ ടെൻഷൻ ഇല്ലേ, ആ ടെൻഷൻ അല്ലേ കാണാൻ പറഞ്ഞേ, അതെ. സോ വെലോസിറ്റി ഇവിടെ കിട്ടും. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 × 2 × 87.5 × 10⁻² ഇസ് ഈക്വൽ ടു √T/μ ആണ്. അപ്പോൾ √T ഡിവൈഡഡ് ബൈ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, മ്യൂയുടെ വാല്യൂ എത്രയാ, 4 × 10⁻². അപ്പോൾ എന്ത് ചെയ്യുക, സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ മതി, റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, 2 സൈഡും സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും, ഓക്കെ, 2 സൈഡ്. അപ്പോൾ ഈ സൈഡ് എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ടി കാണാൻ പറ്റും. സോ കാൽക്കുലേറ്റ് ടി ആൻഡ് കമൻറ്റ് ദ ആൻസർ. താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. കറക്റ്റ് ആൻസർ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സാധനം, ഒരു കുറച്ചൊരു അപ്ലിക്കേഷൻ ലെവലാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊക്കെ ശരിക്കും എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺസെപ്റ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. സിംപ്ലി ഇത്രയേ ഉള്ളൂ. നിങ്ങളിതങ്ങ് എഴുതി വെക്കുമ്പം ഒരു ന്യൂമറിക്കലിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ന്യൂമറിക്കലിൽ വന്ന സാധനങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂസ് നിങ്ങൾ എഴുതി വെക്കുമ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ മതി അല്ലേ, ആ ഒരു സാധനം വരും. ഞാനൊക്കെ ന്യൂമറിക്കൽ കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ന്യൂമറിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും. അത് നിങ്ങൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഇനി അടുത്തതും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഹാർമോണിക് മോഡ് ഓഫ് ദ പൈപ്പ് ഈസ് റെസൊണന്റ്ലി എക്സേർട്ടഡ് ബൈ 1.1 kHz ഇൻ ആൻ ഓപ്പൺ പൈപ്പ് ഓഫ് ലെങ്ത് 30 സെൻറ്റിമീറ്റർ, വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ അതേപോലെ ചെയ്യുന്നു. വിച്ച് ഹാർമോണിക് മോഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെസൊണന്റ്ലി എക്സേർട്ടഡ് ബൈ 1.1 kHz, അതായത് ഓപ്പൺ പൈപ്പിലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഏതോ ഫ്രീക്വൻസി, അതായത് µn. എത്രാമത്തെ ഫ്രീക്വൻസിയാണ് നമുക്കറിയില്ല. അപ്പോൾ µn ആണ് തന്നത്, 1.1 × 10⁻³ kHz ആയതുകൊണ്ട് × 10⁻³. ഓപ്പൺ പൈപ്പാണ്. അപ്പോൾ പിന്നെ ഉറപ്പായി µn-ന്റെ ഇക്വേഷൻ എന്താ, ഓപ്പൺ പൈപ്പിൽ n × V/12. അതാണ് ഈ തന്നിട്ടുള്ള സാധനം. ഇനി ലെങ്ത് തന്നിട്ടുണ്ട്, L is equal to 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ അതിനെ 0.3 മീറ്റർ എന്ന് എഴുതുന്നു. വെലോസിറ്റി തന്നിട്ടുണ്ട് 330 ആണ്. ഓക്കെ, സിമ്പിളാണ്. നേരതാ ലെങ്ത് ഇവിടേക്ക് കൊടുക്കുക, വെലോസിറ്റി അവിടേക്ക് കൊടുക്കുക. എന്താ കാണാൻ പറഞ്ഞേ, എന്നിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞേ. ഓക്കെ, സോ എന്ത് കിട്ടിയടാ, n is equal to എന്തായിരിക്കും, 1.1 × 10⁻³ × 12 വരും അല്ലേ. അപ്പോൾ 2 × 0.3 ഡിവൈഡഡ് ബൈ എന്ത് വരും, വെലോസിറ്റി വരും. ദാറ്റ് ഇസ് 330. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2 ആണ് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് ചെക്ക്. ഓക്കെ, റെഡി. ഇതാണ് നമ്മളുടെ വേവ്സ്, അതായത് ഈ ഡെറിവേഷൻ പുറമെ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ബീറ്റ്സ് ആണ്. ബീറ്റ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു ആൻഡ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. ബീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സെയിം ഫ്രീക്വൻസിയുള്ള 2 സൗണ്ട് വേവ്സിനെ ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിനോമിനയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ആ ബീറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ചിലപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചേക്കാം. അതായത് 2 ആളുടെ ഫ്രീക്വൻസി ഉണ്ടാവില്ല, ഒന്ന് µ1 ഒന്ന് µ2. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്
ആ ഉണ്ടാവുന്ന ബീറ്റിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോഡ് 𝜇1 മൈനസ് 𝜇2 ആയിരിക്കും. അതായത് ഇപ്പോൾ 1 250 1 255 ആണെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എത്ര ആയിരിക്കും? 5 ആയിരിക്കും എന്ന് ചുരുക്കം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വേവ്സ് ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ കേട്ടോ. സോ ഇത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കി ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. സോ വീണ്ടും കാണുമ്പോഴേക്കും ഖുദാഫിസ്.